ഹലോ, അസ്സലാമു അലൈക്കും. പാവയ്ക്ക കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാവയ്ക്ക കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യമേ ഇതുപോലെ പാവയ്ക്ക പലയിടത്തും പല പേരാണ്, പാവയ്ക്കയെന്നും കൈപ്പയ്ക്കയെന്നും ഒക്കെ പറയും. അപ്പോൾ ഞാൻ ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഒരു 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്. ഒരുപാട് കനം കുറയൊന്നും വേണ്ട, കാരണം നമ്മളിത് പൊരിച്ചിട്ടാണ് അച്ചാറിടുന്നത്. അപ്പം കുറച്ച് വലിപ്പത്തിലായാലും കുഴപ്പമില്ല. ഞാൻ അരിഞ്ഞെടുത്തു. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണ, നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് കുറച്ചല്ല, ഞാൻ മൊത്തത്തിൽ തന്നെയാണ് ഇട്ടത്. ഒത്തിട്ടപ്പോൾ മൊത്തത്തിൽ നല്ലതായിട്ട് വെന്തിട്ട്, കാരണം ഇത് മൊരിഞ്ഞ് വരുമ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ എല്ലാം മൂത്ത് കിട്ടും. ഒരു പകുതി വേവായി, ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരണം. അതിനുശേഷം ഞാനിത്തിരി വിനാഗിരി ഒഴിച്ചു. വിനാഗിരി ഒഴിക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു പുളിപ്പ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് അത് മൂത്ത് വരുന്നതിന് മുന്നെയാണ്. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വൃത്തിയാക്കി അതിനെ ചതച്ചെടുക്കണം. ഞാൻ പച്ചമുളക് മുറിച്ചിട്ടേ ഉള്ളൂ. നമ്മളെ പാവയ്ക്ക് എന്തായാലും നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനിങ്ങോട്ട് കോരിയെടുക്കാം. ഇത് എല്ലാം കോരിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലാണ് ഇനി പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് മൂക്കണ്ട, ഒരു ആവറേജിൽ എടുത്താൽ മതി. ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ലേശം പഞ്ചസാര ഇടാം. ചക്കര വേണമെങ്കിൽ ചക്കര ഇട്ടാലും മതി, ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ടത്. അതിന് ശേഷം നമ്മൾ കോരി വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാനടിപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് ഉലുവ തന്നെ മതി, അതൊന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. കടുക് ഞാൻ വറുക്കലെന്ന് വെച്ചാൽ ഇപ്പോൾ പാൻ ഓഫാക്കിയതിന് ശേഷമാണ് കടുക് ഇടുന്നത്. കടുക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ഓഫാക്കിയതിന് ശേഷം അതിലോട്ടിട്ടിട്ട്, അതായത് ഒന്ന് ചെറിയ ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് പൊടിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നന്നായിട്ട് പൊടിച്ച് ഇനി നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഞാനിപ്പോൾ അത് കൂട്ടിയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരിക്കുന്നവരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സംഭവം ഇതിപ്പം ഞാൻ ഇന്ന് തന്നെ കൂട്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. കയ്പൊന്നുമില്ല, നല്ല ഇത് മാത്രം കഴിച്ചാൽ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം അധികം തോന്നുന്നുണ്ട് അങ്ങനെ കഴിച്ചിട്ട്. എനിക്കിപ്പോൾ കറി ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക.